ഗീതാഗോപി എംഎൽഎയുടെ നാട്ടിക മണ്ഡലം പുതിയ ക്യാമ്പ് ഓഫീസ് പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചു. പുതിയ ക്യാമ്പ് ഓഫീസിന്റെ ഉദ്ഘാടനം മുൻ കൃഷി വകുപ്പ് മന്ത്രി വി.എസ്. സുനിൽകുമാർ നിർവഹിച്ചു. നാട്ടിക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട എംഎൽഎ ഗീതാഗോപി 2 ടേമുകളിൽ നമ്മുടെ ഈ മണ്ഡലത്തെ പ്രദാനം ചെയ്ത ഒരു എംഎൽഎ എന്ന നിലയിൽ ഗീതയെപ്പറ്റി ഗീതയുടെ പ്രവർത്തനത്തെ പറ്റിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഐതിഹാസികമായ വിജയത്തോടുകൂടി ഗീത വീണ്ടും ഇവിടെ എംഎൽഎ ആയി തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാനതിന് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഗീതയുടെ 5 വർഷക്കാലത്തെ ഈ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ഓഫീസ് നമ്മളിവിടെ കണ്ടെത്തി. മൂന്നുകുടി സെന്റർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വരാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ളൊരു ഓഫീസ് നമുക്കിന്ന് ലഭ്യമായിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടു കൂടി ഈ ഓഫീസിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടതായി ഞാനിവിടെ അറിയിക്കുകയാണ്. എംഎൽഎ ഓഫീസ് എന്ന് പറയുമ്പോൾ അതൊരു ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ പാർട്ടിയുടെ ഓഫീസായിട്ടല്ല നമ്മൾ പരിഗണിക്കുന്നത്. ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തവരോ ചെയ്യാത്തവരോ ഒന്നും ഇവിടെ വേർതിരിവില്ലാതെ എല്ലാ തരത്തിലുമുള്ള ജനവിഭാഗങ്ങൾക്കും അവിടെ ഏതാവശ്യത്തിനും ഏത് സമയത്തും കടന്നു വരാനുള്ള തുറന്നിട്ട വാതിലായിരിക്കും ഈ ഓഫീസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. പെരിങ്ങോട്ടുകരയിൽ തുറന്ന എംഎൽഎയുടെ പുതിയ ക്യാമ്പ് ഓഫീസ് മുഖേന കൂടുതൽ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാകുമെന്ന് വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. സിപിഎം ചെയർപ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി എ.എസ്. ദിനകരൻ അധ്യക്ഷനായി. ക്യാമ്പ് ഓഫീസ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള കാരുണ്യ പ്രവർത്തനം ചടങ്ങിൽ നടന്നു. പി.വി. സദാനന്ദൻ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് രോഗികൾക്കായി നൽകുന്ന വാക്കർ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി.കെ. ഷാജൻ കൈമാറി. സിപിഐ ഊരകം ലോക്കൽ സെക്രട്ടറി വാക്കർ ഏറ്റുവാങ്ങി. സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ.പി. സന്ദീപ്, ആവണങ്ങാട്ടുകളരി രഘുരാമൻ പണിക്കർ, സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി.ആർ. രമേഷ് കുമാർ, ചെയർപ് മണ്ഡലം സെക്രട്ടറി കെ.കെ. ജോബി, സിപിഐ നാട്ടിക മണ്ഡലം സെക്രട്ടറി കെ.എം. കിഷോർ കുമാർ, എൻ.സി.പി. നേതാവ് യു.കെ. ഗോപാലൻ എന്നിവർ ഉൾപ്പെടെ പ്രമുഖ എൽ.ഡി.എഫ്. നേതാക്കളും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. നാട്ടിക മണ്ഡലത്തിന്റെ ജനങ്ങളുടെ പൊതുവിഷയങ്ങളും ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരു ജനകീയ എംഎൽഎ ഓഫീസായി പ്രവർത്തിക്കാൻ ഇന്നിവിടെ നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. എല്ലാ വിഷയങ്ങളും എല്ലാ പ്രശ്നങ്ങളും എനിക്ക് നടത്താൻ കഴിയും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ മണ്ഡലത്തിന്റെ പ്രതിനിധിയെ നിങ്ങൾ നെഞ്ചിലേറ്റിയ എന്നെ അന്ന് ചെയ്തു വെച്ച നമ്മുടെ വികസന പ്രവർത്തനങ്ങളും ഈ നാടിന്റെ പൊതു സാമൂഹ്യ വികസനത്തിൽ ഇനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒട്ടനവധി പദ്ധതികൾ ഈ ക്യാമ്പ് ഓഫീസിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് പോകണം. എംഎൽഎ ഒരു സിപിഐക്കാരിയായി പോകാനല്ല ആഗ്രഹിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ നാട്ടിലെ സമസ്ത രാഷ്ട്രീയ മേഖലയിലുള്ള മുഴുവൻ പൗരന്മാർക്കും ഈ നാടിന്റെ എല്ലാ നിലയിലുള്ള പൊതുവിഷയങ്ങളിൽ നിങ്ങളിൽ നിലനിന്നുകൊണ്ട് പോകാൻ എന്നെ നിങ്ങൾ സഹായിക്കണം.